പോലീസ് പിടിച്ചുകൊണ്ടുപോയ മുന്നാബായിയെയും സർക്കിട്ടിനെയും ജാൻവി സ്റ്റേഷനിലെത്തി ജാമ്യത്തിൽ പുറത്തിറക്കുന്നു. അവിടേക്ക് ലക്കി സിംഗും എത്തുന്നുണ്ട്. തൻ്റെ മകൾ ഒരു പ്രശ്നം വിളിച്ചു പറഞ്ഞപ്പോൾ അതിനുള്ള പരിഹാരം കാണിച്ചു കൊടുത്ത മുന്നാബായിക്ക് മുന്നിൽ ജാൻവിയുടെ വീടിൻ്റെ താക്കോൽ തിരിച്ച് വച്ച് നീട്ടുകയാണ് ലക്കി സിംഗ്. ഇങ്ങനെ ജാൻവിയുടെ വീട് തിരിച്ചു കിട്ടുകയും മുന്നാബായിയുടെ സത്യസന്ധതയും തന്നോടുള്ള ആത്മാർത്ഥതയും മനസ്സിലാക്കിയ ജാൻവി മുന്നാബായിയെ കല്യാണവും കഴിക്കുന്നു. ഇതിനുശേഷം മുന്നാബായിയും ജാൻവിയും തുടങ്ങിവെച്ച ആ റേഡിയോ പ്രോഗ്രാം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് മാത്രമല്ല, ഓവിയും ടീനയും നമ്മുടെ സർക്കിട്ടിനെ ദത്തെടുക്കുന്നു. പക്ഷേ സർക്കിട്ടോ ഇവരെ രണ്ടുപേരെയും അവനെ പോലെ തന്നെ ആക്കിയെടുക്കുന്നു. അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് ഖുറേഷിയുടെ മകനും നമ്മുടെ ലക്കി സിംഗിന്റെ മകളുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് അവർ സുഖമായി ജീവിക്കുകയും അവർക്ക് നല്ലൊരു പുത്രൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് കാണുന്ന ഖുറേഷിക്ക് അന്ധവിശ്വാസമെല്ലാം ഇല്ലാതാവുകയും തൻ്റെ കൂടെ കൂടി നടക്കുന്ന ബെഡു എന്ന ആ ജോൽസിനെ അടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നു. സിനിമയുടെ അവസാനം വിക്ടറിനെയും കാണിക്കുന്നുണ്ട്. വിക്ടർ ടാക്സി ഓടിച്ച് താൻ അച്ഛനിൽ നിന്ന് ഈടാക്കിയ എല്ലാ പണവും തിരിച്ച് സമ്പാദിക്കുന്നുണ്ട്. ഇതിനുശേഷം വിക്ടർ ഒരു പുതിയ ടാക്സിയും എടുക്കുന്നുണ്ട്. ഇനി ലക്കി സിംഗിന് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? മുന്നാബായിക്ക് വന്ന മാറ്റം കണ്ട് ലക്കി സിംഗും ലൈബ്രറിയിൽ പോയി ഗാന്ധിജിയെക്കുറിച്ച് ഉറക്കമില്ലാതെ ഒരുപാട് പഠിക്കുകയാണ്. ലക്കി സിംഗിനും അവസാനം ഹാലൂസിനേഷൻ സംഭവിക്കുകയും ലക്കി സിംഗും ഗാന്ധിജിയുടെ ആത്മാവിനെ നേരിട്ട് കാണുകയും ചെയ്യുന്നു. അങ്ങനെ സിനിമ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.